ഇത്തവണ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ദിമാഗി നക്സൽ. ആ പ്രയോഗം വളരെ ചർച്ചയായി. അത് പ്രധാനമന്ത്രി രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടിട്ട് പറഞ്ഞതാണ് എന്നാണ് പ്രതിപക്ഷം അടക്കം ആരോപിച്ച്. തുടർന്ന് കോൺഗ്രസ് നേതാക്കളായ പി ചിദംബരം അടക്കം ഈ ദിമാഗി നക്സലാണ് ഞാൻ അതിൽ അഭിമാനിക്കുന്നു എന്നടക്കം എക്സിൽ പോസ്റ്റ് ഇടുകയുണ്ടായി. ദിമാഗി നക്സൽ എന്ന് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് മുമ്പുണ്ടായിരുന്ന നക്സലുകൾ, അവർ ഇപ്പോൾ കാടുകളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്നവർ ഇല്ലാതായിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇത്തരം ചിന്തകൾ തലച്ചോറിൽ പേറുന്നവർ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അവർ നമ്മുടെ ഭരണത്തിൻ്റെയും അല്ലാതെയുള്ള ഇടനാഴികളിലൊക്കെ ഉണ്ട് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലത്ത് നടന്ന CJP പ്രൊട്ടസ്റ്റുകളടക്കം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെയൊക്കെ ലക്ഷ്യമിട്ട് കൂടിയിട്ട് തന്നെയാണോ പ്രധാനമന്ത്രി ഈ പ്രയോഗം നടത്തിയതെന്ന് വ്യക്തമല്ല. പക്ഷേ പ്രതിപക്ഷ ഈ വിമർശനങ്ങൾ ശക്തമാക്കിയപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇത് പ്രതിപക്ഷ നേതാക്കളെ ഉദ്ദേശിച്ചിട്ടല്ല പ്രധാനമന്ത്രി പറഞ്ഞതെന്ന് വ്യക്തമാക്കി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ഈ ദിമാഗി നക്സൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഏതൊക്കെ ആൾക്കാരെയാണെന്നുള്ള അതിൻ്റെ സവിശേഷതകൾ കൂടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് ഈ വിഷയത്തിലേക്ക് ആദ്യം പോവാം. അജിംസ്, പ്രധാനമന്ത്രിയുടെ ചെങ്കോട്ടയിലെ പ്രസംഗം കേട്ടിരുന്നു. ഈ ദിമാഗി നക്സൽ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് മുമ്പറിയാം അർബൻ നക്സൽ എന്ന് വിളിച്ചുകൊണ്ട് കേന്ദ്രം നടത്തിയ വേട്ടയാടലുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ അടുത്ത അത്തരത്തിലുള്ള ഒരു നീക്കത്തിനുള്ള ഒരു തുടക്കം കൂടിയിട്ടാണ് ഈ പ്രയോഗം. ആ പ്രസംഗത്തിൻ്റെ അതിനു മുമ്പും ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം അർബൻ നക്സലുകളെ തന്നെയാണ് ദിമാഗി നക്സൽ എന്ന് വിളിക്കുന്നതാണ്. അതായത് ഒരു വശത്ത് നക്സലുകൾ ആയുധമെടുത്ത് പോരാടുന്നു, മറുവശത്ത് ഇൻ്റലക്ച്വലി പോരാടുന്നു എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ച ഫലമൊന്നുമല്ല പിന്നീട് ഗ്രൗണ്ടിലുണ്ടായിരുന്നുള്ളതാണ് രസം. ഇപ്പോൾ അർബൻ നക്സലുകളെ കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നറേറ്റീവ് എന്തായിരുന്നു? കോടതിയിലും ഒരു കേസുണ്ട്, വെർണോൺ ഗോൺസാൽവസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഭീമ കുറേ കേസിൽ അറസ്റ്റിലായി. അയാൾ ബോംബെ ഹൈക്കോടതിയിൽ അയാൾ ജാമ്യാപേക്ഷ കൊടുത്തു. അപ്പോൾ അയാളുടെ കേസ് പരിഗണിക്കുമ്പോൾ പോലീസ് കോടതി പറഞ്ഞതെന്നാണെന്നറിയോ, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് കണ്ടെടുത്തു എന്നാണ്. കോടതി ജഡ്ജി ഇദ്ദേഹത്തോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് ഈ യുദ്ധവും സമാധാനവും എന്ന പുസ്തകം വീട്ടിൽ സൂക്ഷിക്കുന്നതെന്ന് കോടതി ചോദിച്ചതാണ്. അപ്പോൾ ഇതാണ് അർബൻ നക്സൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടാൽ പോലീസും കോടതിയും അങ്ങനെ ഒരാളുടെ പെരുമാറുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നക്സലുകളെയൊക്കെ നമ്മൾ അടിച്ചമർത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒറ്റപ്പെടുത്തേണ്ടത് ഈ ദിമാഗി നക്സൽസിനെയാണ്. ദിമാഗ് എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് അർത്ഥം. അപ്പോൾ ബുദ്ധിജീവികളായ നക്സൽ എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ഇവർ കയറിക്കൂടുകയാണ്, എന്നിട്ട് രാജ്യത്തിൻ്റെ പോളിസികളെ സ്വാധീനിക്കുന്നു, രാജ്യത്തെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അർബൻ നക്സൽ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകരെ, ആക്ടിവിസ്റ്റുകളെ, തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുന്നവരെ, ഭരണഘടനയ്ക്ക് വേണ്ടി വാദിക്കുന്നവരെ, ലോ ആൻഡ് ഓർഡറിന് വേണ്ടി വാദിക്കുന്നവരെ, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരെ എല്ലാമാണ് വേട്ടയാടിയത്. ആ അർബൻ നക്സൽ എന്ന് പറഞ്ഞ് UAPA ചാർത്തി ജയിലടയ്ക്കപ്പെട്ട മുഴുവൻ ആളുകളും രാജ്യത്ത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോ, അല്ലെങ്കിൽ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരോ, ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരോ ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക, അത്തരം പ്രവർത്തനങ്ങൾ നടന്ന NGOകളുടെ ഫണ്ട് കട്ട് ചെയ്യുക, അവർക്കെതിരെ കേസെടുക്കുക, അവരെ അടച്ചു പൂട്ടുക. ഇതൊരു ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ഓഫ് ഫാഷിസമാണ്. രാജ്യത്ത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരുടെ വാടപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഡിസൻറ്റ്, വിസമ്മതം ഉയർത്താൻ സാധ്യതയുള്ള ആളുകളുടെ തലച്ചോറുകളെ വേട്ടയാടുക. ഈ ജോർജ് ഓർവെലിൻ്റെ 1984 എന്ന് പറഞ്ഞ നോവലുണ്ടല്ലോ, അങ്ങനെ തോട്ട് ക്രിമിനൽ എന്നാണ് പറയുക. തോട്ട് ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിനെതിരെ ഡിസൻറ്റ് പറയാൻ സാധ്യതയുള്ളവരെ മോണിറ്റർ ചെയ്യുകയാണ് ഭരണകൂടം. അങ്ങനെ മോണിറ്റർ ചെയ്ത് അവരെ പിടികൂടി വിചാരണ ചെയ്യുകയാണ് ഭരണകൂടം ചെയ്യുന്നത്. ഏതാണ്ട് സമാനമായ വാക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്ന, പൗരന്മാരുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ ഒരു മാർക്ക് ചെയ്ത് ഒറ്റപ്പെടുത്താൻ ആവശ്യപ്പെടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ പൊതുവെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് മോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളിലെല്ലാം വലിയ തോതിലുള്ള അതിദേശീയതാവാദവും വീരപുരുഷവാദവും പിന്നെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ശത്രുക്കളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും ഒക്കെയായിരുന്നു പറയാറുള്ളത്. ഇത്തവണ അങ്ങനെ അധികമില്ല. അദ്ദേഹം പറഞ്ഞ് രാജ്യം 2047 വികസിത രാജ്യമാകാൻ പോവുകയാണ്, അതിലേക്ക് 7 വഴികളുണ്ട്, സപ്തധാരകളുണ്ടെന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ഈ ഒരു കാര്യം മാത്രമാണ് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്നത്. ഏത് ദിമാഗി നക്സൽ അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രസംഗങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്ക് ഇതാണ്. പക്ഷെ അതുണ്ടാക്കിയത് അദ്ദേഹം ഉദ്ദേശിച്ചത് ആരാണെന്ന് നമുക്ക് വ്യക്തമാണ്. രാജ്യത്ത് പൗരാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ ഉദ്ദേശിച്ചതെങ്കിൽ, പക്ഷെ അത് ഏറ്റെടുത്തത് യുവാക്കളാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ദിമാഗി നക്സൽ പാർട്ടി എന്ന് പറയുന്ന ഒരു പേജ് തുടങ്ങുന്നു. ഇപ്പം അതിൻ്റെ ഫോളോവേഴ്സ് 4.85, അത് 5 ലക്ഷത്തോളം എടുക്കാൻ പോവാണ്. അപ്പോൾ അതിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളിൽ അവർ സ്വയം ഏറ്റെടുക്കുകയാണ്. അതായത് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് ആരെയാണോ, പക്ഷേ യുവാക്കൾ പറയുന്നത് അത് ഞങ്ങളാണ്, നിങ്ങൾ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളാണ് ചിന്തിക്കുന്നവർ, ഞങ്ങൾ ഹെയ്റ്റ് പ്രചരിപ്പിക്കാത്തവർ, ഞങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ, ഞങ്ങൾ ഭരണഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവർ,
ഞങ്ങൾ വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തെ തള്ളി പറയുന്നവർ അത് ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങളെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ദിമാഗി നക്സൽ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ അപ്പോൾ അതിൽ രസകരമായ കാര്യം ആ പേജിൻ്റെ റീച്ച് കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് സെർച്ച് ചെയ്താൽ കിട്ടില്ല, സെർച്ച് ചെയ്താൽ അതിലേക്ക് എത്താൻ കഴിയില്ല. പക്ഷേ വേറെ ഏതൊക്കെയോ രീതിയിലൂടെയാണ് സെർച്ച് ചെയ്യുന്നത്. അത് പൂട്ടിയിട്ട് പിന്നെ തിരിച്ചു വരുവാണ്, എന്തോ മറ്റാണ് ചെയ്തു പോകുന്നത്. ഇത് ഒരു തരത്തിലും ഈ ഡിസെൻറ്റിനെ സമ്മതിക്കില്ല. അതായത് ജന്തർ മന്ദറിൽ നിന്നോ പിന്നീട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഈ പ്രൊട്ടസ്റ്റുകളിൽ നിന്നോ ഭരണകൂടം ഒന്നും പഠിക്കുന്നില്ല. അവർക്ക് ആകെ അറിയാവുന്ന അവർക്കൊറ്റ ടെക്സ്റ്റ് ബുക്കേ ഉള്ളൂ. ഇത്തരം എതിർപ്പിനെ, ചോദ്യങ്ങളെ, പ്രതിഷേധങ്ങളെ നേരിടാൻ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കേ ഉള്ളൂ. അത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുക്കില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേസെടുത്തുകൊണ്ടിരിക്കുന്നു. അവർ പിന്നെയും വേട്ടയാടുന്നു, അവർ ഒറ്റപ്പെടുന്നു, അവർ ചോദ്യം ചെയ്യുന്നു. പ്രധാനമന്ത്രി എൻ്റെ പൊന്നുമക്കളെ എന്ന് പറഞ്ഞ് രാത്രി വീഡിയോയിൽ എന്ന് പറയുന്നതല്ല പോലീസ് ചെയ്യുന്നത്, ഭരണകൂടം ചെയ്യുന്നത്, കോടതികളുണ്ടാവുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ ക്ലൂലെസ് ആണ്. ഇതിനെങ്ങനെ നേരിടണം, ഇതിൻ്റെ വ്യാപ്തി എത്രയാണ്, എത്രയധികം ജനങ്ങൾ ഈ ഭരണകൂടത്തിനെതിരാണ് എന്നുള്ളതിനെ വെച്ച് കൃത്യമായ ബോധ്യമില്ല ഒരു വശത്ത്. മറുവശത്തോ ഇതാ ഞങ്ങൾ ജൻസികളിലേക്ക് ഔട്ട്റീച്ച് നടന്നു എന്ന് പറഞ്ഞ് പാതിരാത്രി വീഡിയോകളുമായിട്ട് മോദി എത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു യഥാർത്ഥത്തിലൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രയാണെന്ന് ഭരണകൂടത്തിന് അറിയില്ല. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ എത്രയധികം ആളുകൾ ഈ ഭരണകൂടത്തെ വെറുക്കുന്നുണ്ട്, ഈ ഭരണകൂടത്തിനോട് വിസമ്മതമുണ്ട്, അപ്പോൾ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോസ്റ്റുകളല്ലല്ലോ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വ്യാപ്തി അറിയുക. അത് ഭരണകൂടത്തിനും അറിയില്ല, ഇതിലൊത്തുചേർന്നവർക്കറിയില്ല. ഇനി ഇതെങ്ങനെ വളരും എന്നും ആർക്കും അറിയില്ല. ഇനി തെരഞ്ഞെടുപ്പുകൾ ആരാൻ പോവുകയാണ്, ആ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെ ഉണ്ടാവും, ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ഇത് റിഫ്ലക്റ്റ് ചെയ്യാമെന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്തരമൊരു പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ ഭരണകൂടം ഉള്ളത്. അത് യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിലാണ്. കാരണം ഇങ്ങനെയൊരു രോഷമുണ്ടെങ്കിൽ അത് തണുപ്പിക്കാനുള്ള ശ്രമം ഒരു വശത്തോടെ നടക്കുന്നു, മറുവശത്ത് അതിന് ഉദ്ദേശിക്കാത്ത ഫലം ചെയ്യുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് വളരെ ന്യൂനപക്ഷമായ കുറച്ച് ആളുകളെയാണെങ്കിൽ അത് ഏറ്റെടുക്കുന്നത് തെരുവിലുള്ള യുവാക്കളാണ്. അത് ഞങ്ങളെയാണ് വിളിച്ചത്, ഞങ്ങളെങ്ങനെ വിളിക്കരുത്, അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റായി മാറുകയാണ് ഒരു വശത്ത്. മറുവശത്ത് ഇതിനെ എങ്ങനെ കോപ്പപ്പ് ചെയ്യണം എന്നതിനെക്കുറിച്ചും അവർക്ക് ധാരണയില്ല. അതുകൊണ്ടാണ് ഇതെന്ത് സംഭവിക്കുന്നത്. വീണ്ടും ഈ ദിമാഗി നക്സൽ എന്ന് പറഞ്ഞ് വിളിച്ച് വീണ്ടും ടെലിവിഷൻ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ആളുകളെ എന്ത് ചെയ്യാണ്, അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിരൺ റിജിജു കൊടുക്കുന്ന വിശദീകരണം തന്നെ എന്താണ്? കിരൺ റിജിജു പറയുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ രാജ്യത്തിനെതിരാണ്, ഭരണകൂടത്തിനെതിരാണ്. അതായത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ ചോദ്യം ചെയ്യുന്നവരൊക്കെ രാജ്യത്തിനെതിരാണ് എന്ന നറേറ്റീവ് അതിനി വിലപ്പോവില്ല. അത് വിലപ്പോയിരുന്നൊരു 10 വർഷം കഴിഞ്ഞു പോയി. ഇനി BJPയെ, RSSനെ, സംഘപരിവാറിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ മുഴുവൻ രാജ്യത്തിനെതിരാണ് എന്ന നറേറ്റീവ് അവസാനിച്ചു കഴിഞ്ഞു. അതിനിയും BJPക്ക് മനസ്സിലാവുന്നില്ല, മോദിക്ക് മനസ്സിലാവുന്നില്ല, കിരൺ റിജിജുവിന് മനസ്സിലാവുന്നില്ല, RSSന് മനസ്സിലാവുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. യെസ് നിഷാദ്, ഇപ്പോൾ CJPയുടെ ഒരു തുടക്കം ഉണ്ടാകുന്ന സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന ഒരു പരാമർശത്തെ തുടർന്നാണ് അത്തരം ഒരു സോഷ്യൽ മീഡിയ മൂവ്മെൻറ്റിന് തുടക്കം വരുന്നത്. എന്നൊക്കെ പ്രധാനമന്ത്രി ഈ പരാമർശം നടത്തുന്നു, അതിന് പിന്നാലെ ഇൻസ്റ്റയിൽ അത്തരം ഒരു പേജ് വരുന്നു. മുമ്പുണ്ടായിരുന്നൊരു പേര് മാറ്റുന്നതാണ്, പക്ഷേ അതിന് വല്ലാതെ റീച്ച് കിട്ടുന്നു. നമ്മളിപ്പോൾ ജാർഖണ്ഡിൽ കാണുന്നുണ്ട്, പ്രൊട്ടസ്റ്റ് നടന്ന് കാണുന്നുണ്ട്, ജന്തർ മന്ദറിൽ പ്രൊട്ടസ്റ്റ് കാണുന്നുണ്ട്. എന്നൊക്കെ ദിമാഗി നക്സൽ പാർട്ടി എന്നുള്ളതിലേക്ക് ഈ CJP പ്രൊട്ടസ്റ്റുള്ള ആൾക്കാരടക്കം അല്ല അതിൻ്റെ ഐക്യപ്പെട്ടവരടക്കം വന്ന് കൂടുന്നുണ്ട്. ഞങ്ങൾ ദിമാഗി നക്സലാണെന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ കേന്ദ്രത്തിനെതിരെയുള്ള ഒരു സോഷ്യൽ മീഡിയ മൂവ്മെൻറ്റുകൾ വളരെ ശക്തിപ്പെടുന്ന ഒരു കാലം കൂടിയല്ലേ? എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നരേന്ദ്രമോദി ഇപ്പോൾ ഈ ദിമാഗി നക്സലുകൾ എന്ന് പറയുന്ന പ്രയോഗം നടത്തിയതിൽ പോലും അദ്ദേഹത്തെ ഈ CJP പ്രൊട്ടസ്റ്റ് കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നാണ്. മോദിയെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, മോദിയെ സംബന്ധിച്ച് കഴിഞ്ഞ 10-12 വർഷക്കാലമായിട്ട് അദ്ദേഹം ഒരു അധികായനും അധീശത്വമുള്ള ആളായിട്ട് നിൽക്കവേ അദ്ദേഹത്തിന് പരാജയം സമ്മതിക്കേണ്ടി വന്നു എന്നതാണല്ലോ ഈ CJP മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അദ്ദേഹത്തിന് പരാജയം സമ്മതിക്കേണ്ടി വരിക എന്ന് വെച്ചാൽ BJPയുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ബ്രാൻഡിന് പരാജയം സമ്മതിക്കേണ്ടി വരുന്നു മോദിക്ക് എന്നുള്ളതാണ്. സോ അത് BJPയുടെ തുടർ സാധ്യതകളെ, ജനങ്ങൾക്കിടയിലുള്ള അപ്പീലിനെ എല്ലാം ബാധിക്കുകയാണ്. അത് വേട്ടയാടുകയാണ് BJP. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇപ്പോൾ ഈ പുനഃസംഘടനയെല്ലാം സംഘടിപ്പിക്കുകയും പ്രധാനപ്പെട്ട കീ പോസ്റ്റിൽ നിന്ന് ആൾക്കാരൊക്കെ എടുത്തെറിയുന്നത് എന്തുകൊണ്ടാണ്? ഈ അസ്വസ്ഥത ഇങ്ങനെ ബാധിക്കുകയാണ്. നമ്മൾ പരാജയപ്പെട്ടു പോയല്ലോ, നമ്മൾ ആക്രമിക്കപ്പെട്ടല്ലോ, കുട്ടികൾ നമ്മളെ തോൽപ്പിച്ചല്ലോ, നമ്മൾ സംരക്ഷിച്ചു പിടിക്കാൻ ശ്രമിച്ച ഒരാളെ അവർ രാജിവെപ്പിച്ചല്ലോ എന്നുള്ള ഈ അസ്വസ്ഥത വേട്ടയാടുന്നു. അപ്പോഴാണ് നമ്മൾ ഓർഗനൈസറിലെ ഒരു ലേഖനം എടുത്ത് വായിക്കേണ്ടത്. ഈ സമരത്തിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചുള്ളത് ഇടതുപക്ഷക്കാരാണ്, ജോൺ ബിട്ടാസിനെ പോലുള്ള ആൾക്കാരാണ് എന്നൊക്കെ ഓർഗനൈസർ RSSൻ്റെ ഔദ്യോഗിക മാസികയെ കണ്ടുപിടിച്ച് ലേഖനം എഴുതി വെച്ചിരിക്കുന്നു. നക്സലുകൾ, ഇടതുപക്ഷ തീവ്രവാദികൾ, അവരുടെ നുഴഞ്ഞുകയറ്റമാണ്. എന്നിട്ട് ഐഷി ഘോഷിൻ്റെ അറസ്റ്റ്, പഴയൊരു കേസ് കുത്തിപ്പൊക്കി അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, മറ്റ് ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകരെ വേട്ടയാടാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ കുട്ടികളെ ഈ പറയുന്ന നാം ഉൽപ്പാദിപ്പിച്ചു വിടുന്ന അമിതമായ എന്താ പറയുന്നത്
ഈ അതിദേശീയതയുടെ ഉന്മാദ ദേശീയതയുടെ ഒരു കളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പൗരാവകാശം, ഭരണഘടന, വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി, പരീക്ഷകളുടെ സുതാര്യത പോലുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്നു. അതിനകത്ത് ഈ പറയുന്ന ഒരു അതിദേശീയതയ്ക്ക് പുറത്തേക്ക് പോകുക വെച്ചാൽ പിന്നെ ഒരു ലെഫ്റ്റിസ്റ്റ് പുരോഗമന ധാരയിൽ ചിന്തിക്കുന്ന മനുഷ്യരായിട്ട് മാറുക എന്നുള്ളതാണല്ലോ. അതാണ് ഈ കുഴപ്പം മൊത്തം ഉണ്ടാക്കിയത് എന്ന് പറയുന്ന സംഗതി സംഘിൻ്റെ, മോദിയുടെ, അമിത്ഷായുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അവിടെയാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ നക്സലുകളെ മുഴുവൻ കാടിറക്കി, പക്ഷെ അവർ ഇപ്പോഴും ഉള്ളിൽ ഈ പറഞ്ഞ തലച്ചോറിൽ നക്സലിസവുമായി നടക്കുന്നവരാണ് എന്ന് പറയുന്നത്. മറ്റേ പറഞ്ഞ ആസ്പെക്ട്സ് എല്ലാം ഉള്ളതാണ്. ഈ പറഞ്ഞ നക്സലുകൾ ചിന്തിക്കുന്ന ആളുകളെ എല്ലാം പിടിച്ചകത്തിടുക എന്നുള്ളത് എല്ലാ ഫാസിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. ചിന്തിക്കുന്ന ആളുകൾ പുറത്തുണ്ടെങ്കിൽ അവർ ആളെ കൂട്ടുകയും അവർ ജനങ്ങളുടെ യഥാർത്ഥ ജീവിത പ്രശ്നം സംസാരിക്കുകയും ചെയ്യും. മറ്റേതാണെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോൾ ഈ എല്ലാ വർഷവും നടത്തുന്ന പ്രസംഗങ്ങളെപ്പോലെ പാകിസ്ഥാനിനെക്കുറിച്ചോ അല്ലെങ്കിൽ ശത്രുക്കളെക്കുറിച്ചോ ഇന്ത്യ ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ചോ ആൻഡ് ആത്മനിർഭർ ഭാരതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചാൽ മതി. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആത്മനിർഭർ ഭാരതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ ജോലി എവിടെ, ഞങ്ങളുടെ അരി എവിടെ, ഞങ്ങളുടെ പാൽ എവിടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ എവിടെ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി എവിടെയും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്ന തലച്ചോറുകളെ പിടിച്ചകത്തിടണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലാണ് ആയതുകൊണ്ടാണ്. വേറെ വല്ല രാജ്യങ്ങളിലുമാണെങ്കിൽ വലിയ പദവികൾ കിട്ടേണ്ട, ആദരിക്കപ്പെടേണ്ട മനുഷ്യർക്ക് ഇവിടെ ജയിലിൽ കിടക്കുകയാണ്. ഇപ്പോൾ ഗൗതം നവലാഖയുടെ അല്ലെങ്കിൽ സ്റ്റാൻ സ്വാമിയുടെ അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഭീമ കൊറേഗാവ് കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചകത്തിട്ടിരിക്കുന്ന ആളുകൾ, ആ കേസ് മാനിപ്പുലേറ്റ് ചെയ്ത കഥ തന്നെ ആലോചിക്കണം. പ്രധാനമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിലാണ് പലരും പിടിച്ചകത്തിട്ടേക്കുന്നു. അതിനുവേണ്ടി അവരുടെ ലാപ്ടോപ്പിൽ നിന്ന് ഹിഡൻ ഫയൽസിൽ നിന്നുള്ള രേഖകൾ കണ്ടെടുത്തുന്നതാണ്. ഇത് തന്നെ പോലീസ് ഇഞ്ചക്ട് ചെയ്തതാണ് എന്നുള്ള ഫോറൻസിക് റിപ്പോർട്ട്സ് ഓൾറെഡി പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കേസുകൾ കുടുക്കി ഇവരെയൊക്കെ അകത്തിടണം, കാരണം ഇവരൊന്നും പുറത്തുണ്ടാവാൻ പാടില്ല എന്ന് ഭരണകൂടം ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് ഏതാണ്ട് ആ സ്വഭാവത്തിൽ ഭരണകൂടത്തോട് ജീവിതബന്ധിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു തലമുറ എഴുതിയിരിക്കുന്നത്. അതുണ്ടാക്കുന്ന അസ്വസ്ഥതയാണ് സത്യത്തിൽ നരേന്ദ്രമോദിയെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. അത് വളരെ സൂക്ഷ്മമായിട്ടാണ് പറഞ്ഞത്. അപകടമുണ്ടാവരുതേ എന്ന സൂക്ഷ്മത ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മുതൽ പ്രധാനമന്ത്രി വരെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഉണ്ട്. ഒരു കാര്യം പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ് അമിത്ഷാ ലോക്സഭയിൽ വന്ന് മറുപടി പറയാത്തത്? എന്താണ് ലോക്സഭയിൽ വന്ന് കുട്ടികൾക്ക് നേരെ മുള്ളുലാത്തി പ്രയോഗിച്ചത് ആരാണ്, അല്ലെങ്കിൽ ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ സമരത്തെ തള്ളിപ്പറയേണ്ടി വരും. ആ സമരത്തെ തള്ളിപ്പറയുന്ന ഒരു വാക്ക് അമിത്ഷായുടെ വായിൽ നിന്ന് വന്നാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയേണ്ടല്ല. അദ്ദേഹത്തിന് ഈ സമരക്കാരെ രാജ്യദ്രോഹികളെന്ന് വിളിക്കാം സ്ഥിരം ശൈലിയിൽ. അതാണ് അവർക്ക് അറിയാവുന്ന കാര്യം. ആ സമരക്കാരെ പിന്തുണയ്ക്കുന്നവരെ രാജ്യദ്രോഹികളെന്ന് വിളിക്കാം, അർബൻ നക്സലുകളെന്ന് വിളിക്കാം. അത് വിളിക്കാതിരിക്കുന്നത് പേടി കൊണ്ടാണ്. പഴയതുപോലെ ഇപ്പോൾ ആക്രമിക്കുന്നില്ലല്ലോ. പിന്നെ അല്ലെങ്കിൽ വേണമെങ്കിൽ വന്ന് രാഹുൽ ഗാന്ധിയെ 10 ചീത്ത വിളിക്കാം. ആ രാഹുൽ ഗാന്ധിയെ പോലും ഇപ്പോൾ പരിധി കവിഞ്ഞ് ആക്രമിക്കാൻ കഴിയില്ല. കാരണം രാഹുൽ ഗാന്ധി കുട്ടികളുടെ നടുക്കിറങ്ങി നിൽക്കുകയും അതിന് കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമിത്ഷാ പോലും പാർലമെൻറ്റിൽ വന്ന് മറുപടി പറയാത്തത് വല്ലതും വീണു പോയാൽ തീർന്നു കഥ. അടുത്ത ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അടുത്ത എക്സ് അക്കൗണ്ട് പ്രത്യക്ഷപ്പെടുകയായി. മോദി അത്രയും കരുതലിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. പക്ഷേ അത് കയ്യിൽ നിന്ന് പോയി. കാരണം മോദി സത്യത്തിൽ നമ്മൾ ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, രാജ്യപുരോഗതി സ്വപ്നം കാണുന്ന, ഭരണഘടനാ മൂല്യങ്ങളുള്ള ചെറുപ്പക്കാർക്ക് എതിരാണ് എന്ന് അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിനെ എല്ലാം എടുക്കുന്നത് ഒരു പ്രത്യേകമായ ഒരു വിൻഡോയിലൂടെയാണ്. അതും അതിനകത്തുള്ള ഒരു കാര്യമാണ്. മോദിയെ സംബന്ധിച്ച് ഇത്തരം സംഗതികൾ അദ്ദേഹം പറത്തിവിടുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. അദ്ദേഹം ആന്തോളൻ ജീവി എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഗുസ്പേത്തുകളൊന്നും അങ്ങനത്തെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കിയാൽ അർബൻ നക്സലുകൾ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാർ, കുറേ സംഗതികൾ അദ്ദേഹം കോയിൻ ചെയ്ത വാക്കുകളുണ്ട്. അതിൻ്റെ പേരിൽ ആളുകളെ ആക്രമിക്കാനുള്ള സംഗതി ഇട്ട് കൊടുക്കുക, ആളുകളെ വേട്ടയാടുക, ഈ പരിപാടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒന്ന്, മോദിയുടെ ഉള്ളിൽ ഇങ്ങനെ കനലുപോലെ കിടക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ സംഘാടനമാണ്. ആ സംഘാടനത്തിന് പിന്നിൽ എവിടെയോ ഒരു ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയുടെ, പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ, സമരങ്ങളുടെ, ഇപ്പോൾ തന്നെ കിരൺ റിജിജു ബ്രിട്ടാസിനോട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും സമരം, അതാണ് നിങ്ങളുടെ പരിപാടി, വേറൊന്നെങ്കിലും സമരങ്ങൾ ചെയ്യുക, സർക്കാരിനെതിരെ തിരിയുക എന്നുള്ളത് ഒരു ഇടതുപക്ഷ പരിപാടിയാണ് എന്നൊരു മൂഡ് ഇവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് തികട്ടി പുറത്തേക്ക് വരുന്നതാണ് ഈ കാണുന്നത്. ഈ ഇടതുപക്ഷത്തെ ആക്രമിക്കുമെന്ന് തോന്നിയപ്പോൾ ഈ ദിമാഗി നക്സൽ പാർട്ടി ഒരു പണി ചെയ്തു. ഒരു ഭഗത് സിംഗിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് പോസ്റ്റർ ഉണ്ടാക്കി അത് പിൻ ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ. ഇത് നീക്കം ചെയ്യുകയാണെങ്കിൽ ഇവർ ഭഗത് സിംഗിനെ തള്ളി പറയുന്നവരാണ്. യെസ്, അതായത് ഭഗത് സിംഗിനെ നോ പറയാൻ പറ്റില്ല. ഭഗത് സിംഗ് അവരുടെ ആളെന്ന് പറഞ്ഞാൽ കൂടി അവർ അപ്രോപ്രിയേറ്റ് ശ്രമിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ കോളേജിലൊക്കെ പോയ ABVP മുഴുവൻ ഭഗത് സിംഗിൻ്റെ പടം വെച്ചിട്ടാണ് ഈ പറഞ്ഞ മുദ്രാവാക്യം മുഴുവൻ വിളിച്ച് പറയുന്നത്. അതൊരു നല്ല സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് ആണ് ഉണ്ടാക്കുന്ന കുഴപ്പം. ലെഫ്റ്റ് ഈ ഐഷി ഘോഷ് അല്ലെങ്കിൽ ഐസ, SFI എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കൂടെ ഒരു പങ്കാളിത്തത്തിലാണല്ലോ ശരിക്കും CJP സമരം വിപുലമാകുന്നതും വിജയിക്കുന്നതും. അപ്പോൾ അത് സർക്കാരിന് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു സംഗതി ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇത് പറയാൻ തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇനി
പഴയതുപോലെ വർത്തമാനം പറയാൻ പറ്റാത്ത വിധത്തിൽ ഇവരൊക്കെ ലോക്കാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. യെസ്, മുമ്പ് അർബൻ നക്സൽ, ഇപ്പോൾ ദിമാഗി നക്സൽ. ഈ പേരുകൾ മാറിയാലും ഇവരുടെ ലക്ഷ്യം സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളെ ഇല്ലാതാക്കലാണ് എന്ന് നമുക്ക് മനസ്സിലാവും.